ചോദിച്ചൊരു ചോദ്യമാണ്. എന്റെ ചങ്ങാതി ഒരു നിരീശ്വരവാദിയാണ്. അവൻ എന്നോട് അള്ളാഹു ഉണ്ടെന്ന് തെളിയിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അതിന് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് എന്ന ചോദ്യമാണ് സുഹൃത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിന് മറുപടി പറയുന്നതോടൊപ്പം സയ്യിദ് ബിൻ ജോർജ് അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്ന ഏതാനും ചില തെളിവുകൾ കൂടി നമുക്ക് ഉദാഹരണ സഹിതം പറഞ്ഞു തരും. ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് സയ്യിദ് ബിൻ ജോർജ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. എൻ്റെ സഹോദരി സഹോദരന്മാരോട് കൂടെ ഞാൻ കേരളത്തിൽ നിന്നാണെങ്കിലും ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂർ, സെറ്റിൽഡ് ബാംഗ്ലൂരിലാണ്. ഈ ഒരു സൺഡേ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലർക്കും അറിയില്ല, ഞാൻ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് ബാംഗ്ലൂർ സെറ്റിൽഡാണ്. എൻ്റെ ഫാമിലി ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഞാൻ ജാക്കോബായ സമുദായത്തിൽ ജനിച്ചവനാണ്. ഇങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം നിങ്ങളുടെ കൂടെ പങ്കിടുക എന്ന് പറയുന്നത് ഒരു ദൈവം ഇല്ലെങ്കിൽ നടക്കുമോ? നടക്കൂല. ഇതെല്ലാം ദൈവം നമ്മൾ ജനിച്ച അന്ന് ഇന്ന ദിവസം ഇന്ന കാണണം, ഇന്ന സമയത്ത് കാണണം, ഇന്ന സമയത്ത് കണ്ടുമുട്ടണം എന്ന് പറയുന്ന എന്ന ദൈവം തീരുമാനിച്ച ലോകം എഴുതിയ സംഭവമാണ്. അതിൻ്റെ തൊള്ള സംഭവങ്ങളാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. പക്ഷെ അവിടെ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ പല ക്വസ്റ്റ്യൻ ആൻസറുകൾ കണ്ടു, കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. അതിൽ ജനറലി ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം, സഹോദരന്മാരും സഹോദരിമാരും, ഖുറാൻ അത് അതിന്റെ അന്തസ്സത്ത, അതായത് ദ ഇൻസൈറ്റ് ഓഫ് ഖുറാൻ യു ഹാവ് നോട്ട് റീച്ച്ഡ്. നിങ്ങൾ അറബിയിൽ ഖുറാൻ വായിച്ചവരെ കൈവെക്കുക, ധൈര്യമായിട്ട് വെക്കോ. അത് തർജ്ജമയിൽ മാത്രം വായിച്ചവർ, തർജ്ജമ വായിച്ചവർ കൈവെക്കുക. ബാക്കിയുള്ളവർ തയ്യാത്ത അറബിയല്ല, തർജ്ജമ വായിച്ചവർ കൈവെക്കുക. അതായത് നിങ്ങൾ അധികം പേരും തർജ്ജമ വായിക്കാത്തവരാണ്. അമാനും മൗലവി പോലുള്ള തഫ്സീർ നിങ്ങൾ വായിക്കണം. ഇറ്റ്സ് അമേസിങ്, ഇറ്റ്സ് അമേസിങ്. നിങ്ങൾ വായിക്കണം. ഈ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള പല ചോദ്യങ്ങൾ ഖുറാൻ തന്നെയുണ്ട്. അല്ലാഹു സേസ് ഇൻ ഗ്ലോറിയസ് ഖുറാൻ, ഐ ഹാവ് നോട്ട് ഓമിറ്റഡ് എനിത്തിങ് ഇൻ ദിസ് ബുക്ക്. ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും ഉത്തരം പറയാനുള്ള ആ ഖുറാനിൽ ആൻസേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ ആ ഖുറാനെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ആധികാരികമായിട്ട് പറയാനുള്ളത്. എന്തുത്തരം വേണേലും ആ ഖുറാനിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ചില്ല എന്നുള്ളതല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഖുറാൻ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഏതൊരു തെറ്റുകളും ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നാളെ നിങ്ങൾ ഉപ്പയുപ്പയാവും. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന തെറ്റുകൾ നാളെ നിങ്ങളുടെ കുട്ടികൾ ചെയ്യുന്ന കാണാൻ ഇഷ്ടമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതാണ് നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ സിമ്പിളായ ഒരു ചോദ്യം. നാളെ എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോൾ ഈ ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ തെറ്റ് അവർ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടാവോ ഇല്ലയോ? സിമ്പിൾ. ഇറ്റ്സ് ലോജിക്. Okay, you don't have, it's not a rocket science. It's simple as that. Okay, inshallah. But ഖുറാനിൽ എല്ലാത്തിനും ആൻസർ ഉണ്ട്. നമ്മൾ അങ്ങനെ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. I am going to my question. നിരീശ്വരവാദിയായ സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ്. ഈ നിരീശ്വരവാദികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിരീശ്വരവാദികൾ എന്താണ്? ഈ മത്സ്യം, വെള്ളത്തിലുള്ള മത്സ്യം, ആ മത്സ്യം വെള്ളമില്ല എന്ന് പറയുന്ന പോലെയാണ്. വെള്ളത്തിൽ നീന്തുന്ന ഒരു മത്സ്യം വെള്ളമില്ല എന്ന് പറയുന്ന പോലെയാണ്. അതിന് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പിടയ്ക്കും. അപ്പൊ എന്താ പറയാ? അത് വെള്ളത്തിലോട്ട് ചാടാൻ തുടങ്ങും. കാരണം വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ബോംബെയിൽ നിന്ന് ഒരു സാധാരണ ഒരു കപ്പല് ന്യൂയോർക്കിന് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിലേക്ക് യാത്ര ചെയ്യുക. അതിന് GPS സിസ്റ്റം ഇല്ല, വേറെ നാവിഗേഷൻ സിസ്റ്റം ഇല്ല, ഒന്നുമില്ല. ഒരു കപ്പിത്താനും ഇല്ല. ആ കപ്പലിന് കപ്പിത്താനില്ല, GPS സിസ്റ്റം ഇല്ല, ഒന്നുമില്ല. സിമ്പിൾ ഷിപ്പ്. എന്നിട്ട് അവനോട് പറയാണ്, ഇത് ഇന്ന പോർട്ടിൽ പോയി, സിംഗപ്പൂർ പോയി, അത് കഴിഞ്ഞ് അവിടെ പോയി, കേപ്പ് ഓഫ് ആഫ്രിക്കയിൽ പോയി, അവിടെ പോയി, ന്യൂയോർക്കിൽ പോയി, പിന്നെ തിരിച്ച് അവിടെ വന്നു, പിന്നെ തിരിച്ച് ബോംബെയിൽ വന്നു. അവൻ വിശ്വസിക്കുമോ? ഇല്ല, ഒരിക്കലും വിശ്വസിക്കില്ല. ഒരു ഷിപ്പ് ഒരു ക്യാപ്റ്റൻ ഇല്ലാതെ, അല്ലാതെ GPS സിസ്റ്റം ഇല്ലാതെ, വേറെ നാവിഗേഷൻ സിസ്റ്റം ഇല്ലാതെ അങ്ങനെ പോയിട്ട് വരാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു ഈ ഇത്ര യൂണിവേഴ്സ്, ഈ വിന്റർ, സമ്മർ, ഓട്ടം, അങ്ങനെയുള്ള കാലങ്ങൾ മാറി വരുന്നു. ഇലകൾ പൊഴിയുന്നു, ആപ്പിളുകൾ വരുന്നു, മാങ്ങ, ഓരോ സീസൺ വരുന്നു, ഓരോരോ ഫ്രൂട്ട്സിന് സീസൺ വരുന്നു, ഓരോരോ അതിൻ്റെതായ സീസൺ വരുന്നു. നമുക്കറിയാമല്ലോ, മൊസംബി, ഓറഞ്ച്, അങ്ങനെ പല സീസൺസ് വരുന്നത്. ഇങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഇത്ര ഒരു സെൻസിറ്റീവ് ആൻഡ് വെരി ഏതൊരു നിരീശ്വരവാദി എവിടെ പോയാലും വാവ്, ഇറ്റ്സ് ടു ഗുഡ് മാൻ, ഇറ്റ്സ് അമേസിംഗ്, വാവ്, they say that, but they have forgotten somebody is behind this. This is only their ignorance. അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ
അവർക്ക് സ്വയം കണ്ടെത്തുന്ന ശൈത്താനിൽ നിന്നുള്ള എക്സ്ക്യൂസ് മാത്രമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ഒരു മൊബൈൽ ഉണ്ടാവും. ആ മൊബൈല് നിങ്ങൾ കേടാൻ സാധ്യത കൂടെയുണ്ട്. 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ. നമ്മൾക്ക് ജനിച്ചിട്ട് എത്ര വർഷമായി? എത്ര പ്രാവശ്യം നമ്മൾ കൊളാപ്സ് ചെയ്തു? നമ്മൾ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും? സ്ട്രേറ്റ് ഗ്രേവ് അല്ലെ? അതാണ് നമ്മുടെ ജീവിതം. ഇത്ര ഒരു സെൻസിന്റെ ഒരു മെഡിക്കൽ സയൻസിലുള്ള അറിയുന്നവർക്കറിയാം നമ്മുടെ ഒരു നെർവ് സിസ്റ്റം എത്ര ഇതാണ്. നിങ്ങളൊരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ചെലവാകും. അങ്ങനെയുള്ള സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ആക്യുറേറ്റ് ആയിട്ട്, ഇത്ര കേപ്പബിൾ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടും പിന്നെ എവിടെയാണ് ദൈവം, എങ്ങനെ ദൈവമുണ്ടെന്ന് അവരിങ്ങോട്ട് ചോദിക്കുന്നതിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. വി ക്യാൻ സെറ്റ് ഹൺഡ്രഡ്സ് ഓഫ് എക്സ്പ്ലനേഷൻസ്. 100 കണക്കിന് ഉദാഹരണം നമുക്കിന് പറയാം. ഇത് അവർക്കൊന്നും ഇതിന് ഉത്തരം കിട്ടുക എന്നുള്ളതല്ല. ദേ ജസ്റ്റ് വാണ്ട് ഡിഫെൻഡ് ദംസെൽഫ്. അവർക്ക് അവരെ തന്നെ ഒരു കാരണം കണ്ടെത്തിയിട്ട് അവരിതിൽ നിന്ന് ദൈവത്തെ ആരാധനയിൽ നിന്ന് മാറി നിന്ന് പിശാചിന്റെ വഴിക്ക് പോകാനുള്ള ഒരു തെളിവുകൾ മാത്രമാണ് അവർക്ക് വേണ്ടത്. അത് ഇസ്ലാമിൽ ഒരിക്കലും ഒരു രീതിയിൽ ഇസ്ലാം ഫെയിൽ ചെയ്യില്ല. ഇസ്ലാം ഒരിക്കലും ഫെയിൽ ചെയ്യില്ല. അത് ഇസ്ലാമിൽ എല്ലാ കാര്യത്തിനും ഉത്തരവുണ്ട്. മറ്റു മതങ്ങളെ പോലെയല്ല. ഞാൻ ക്രിസ്തുമതം പഠിച്ച ആളാണ്. ക്രിസ്തുമതത്തിൽ ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങളെ പോലെ ഇസ്ലാമിൽ ഒരു ആൻസറും ക്രിസ്തുമതത്തിലില്ല. ലെറ്റ് ഇറ്റ് ബി ഇൻ ബൈബിൾ, ലെറ്റ് ഇറ്റ് ബി ദ ലിറ്ററേച്ചേഴ്സ് ഓഫ് ദ മിഷണറീസ്, ലെറ്റ് ഇറ്റ് ബി ദ എനിവൺ. They cannot answer. അവർ ചുമ്മാ വെറുതെ ഇങ്ങനെ പറയുന്നുള്ളൂ. അതിനകത്തൊന്നും തെളിവുകൾ നിർത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഖുർആൻ ആധികാരമായി, ഹദീസ് ആധികാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ